ഇലക്ട്രോടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ വിഷയം ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൂടാതെ നമുക്ക് കമൻറ്റുകളായിട്ട് കുറേ ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണത്തിൻ്റെ മറുപടിയും കൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനം നാം പറയുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഹോം അപ്ലയൻസുകളെക്കുറിച്ചുള്ള, അതായത് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകളെക്കുറിച്ചൊക്കെയുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി നമ്മൾ നൽകുന്നതാണ്. ഇതേപോലുള്ള ഹോം അപ്ലയൻസുകളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് എത്തുവാൻ വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ എന്നുള്ളത് നമ്മൾ മുൻപുള്ള വീഡിയോകൾ പലതിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിരുന്നാലും നോർമൽ ഫ്രിഡ്ജുകളേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്രിഡ്ജുകളാണ് ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ. നോർമൽ ഫ്രിഡ്ജുകൾക്ക് കംപ്രസറാണ് ഒരു മെയിൻ പാർട്സ് എങ്കിൽ, അല്ലെങ്കിൽ അവയുടെ മെയിൻ കംപ്രസറാണ് എങ്കിൽ, ഇൻവെർട്ടർ ഫ്രിഡ്ജുകളുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ PC ബോർഡുകളാണ്. അവയുടെ കംപ്രസറുകളേക്കാൾ വില വരുന്ന PCB ബോർഡുകളാണ് ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അവ ഉപയോഗിക്കുമ്പോൾ നാം ചില കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഈ PC ബോർഡുകൾക്ക് 5000 രൂപ തൊട്ട് 10000 രൂപയ്ക്ക് മുകളിൽ വരെ വില വരുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവ നാം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ വേഗം തന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 1 വർഷം മാത്രമാണ് ഈ PC ബോർഡുകൾക്ക് അവർ വാറൻറ്റി നമുക്ക് തരുന്നത്. എന്നാൽ കംപ്രസറുകൾക്ക് 10 വർഷം വാറൻറ്റി തരുന്നുണ്ട്. എന്നാൽ കംപ്രസറിനേക്കാൾ വില കൂടിയ PC ബോർഡുകൾക്ക് കമ്പനികൾ 1 വർഷം മാത്രം വാറൻറ്റി തരുന്നത് എന്താണെന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. കൂടുതൽ ഫ്രിഡ്ജുകളിലും ഈ ഉപയോഗിച്ചിരിക്കുന്ന PC ബോർഡുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഉയർന്ന ബ്രാൻഡുകളിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന PC ബോർഡുകൾ ചൈനീസ് ബോർഡുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം ബോർഡുകൾക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അസാധ്യമാണ്. കാരണം അതിനുള്ള സാങ്കേതികവിദ്യ ഒരുപക്ഷെ 4-5 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിരിക്കും. എന്നാൽ ഇപ്പോൾ അത് റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യന്മാരോ പ്രൊഫഷണലുകളോ ഒക്കെ നമ്മുടെ നാട്ടിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് റിപ്പയർ ചെയ്യാതെ തന്നെ ഇതിനെ പുതിയത് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മളുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ PC ബോർഡുകൾക്ക് കംപ്ലൈൻറ്റ് വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഒരു കാര്യമാണ്. എന്നാൽ ഈ ബോർഡിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനുള്ള ഒരു 3-4 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾക്ക് സ്റ്റെബിലൈസർ വെക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റെബിലൈസർ വെക്കുക. ഒരുപക്ഷെ ഈ ഫ്രിഡ്ജിനകത്ത് എഴുതി വെച്ചിരിക്കുകയുണ്ട് സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷൻ. അങ്ങനെ പല ഫ്രിഡ്ജുകളിലും എഴുതി വെച്ചതൊക്കെയുണ്ട്. എന്നാൽ ഈ ഫ്രിഡ്ജിനകത്ത് സ്റ്റെബിലൈസറായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഈ പറഞ്ഞ മെയിൻ PCB ബോർഡിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ ഭാഗമാണ് സ്റ്റെബിലൈസറിൻ്റെ ഉപയോഗം ചെയ്യുന്നത്. ഈ സ്റ്റെബിലൈസറിൻ്റെ ഉപയോഗം ചെയ്യുന്ന ഭാഗം കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ PCB ബോർഡ് മൊത്തം മാറി വെക്കേണ്ട ഒരു ആവശ്യം വരും. ഏറ്റവും കുറഞ്ഞ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ PCB ബോർഡിന് ഏകദേശം 5000 രൂപ ആണ് വില. ഇപ്പോൾ ഈ PC ബോർഡ് മാറ്റി പുതിയ PC ബോർഡ് വെക്കുമ്പോൾ നമുക്ക് 5000 രൂപ ചിലവ് വരും. 1 വർഷം കഴിഞ്ഞ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. എന്നാൽ നമ്മളൊരു സ്റ്റെബിലൈസർ വെക്കുകയാണെങ്കിൽ ഒരു 1000 രൂപയേ ഉള്ളൂ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ സ്റ്റെബിലൈസറിന് വില. ഈ സ്റ്റെബിലൈസർ നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് ഫ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്ത് ഇട്ടെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൈ വോൾട്ടേജ് കയറി വന്നാലോ, അല്ലെങ്കിൽ ഇടിമിന്നൽ വന്നാലോ, അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ വന്നാലോ ഒരു പരിധിവരെയെങ്കിലും ഫ്രിഡ്ജിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ സ്റ്റെബിലൈസറിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ നമ്മുടെ കംപ്രസറിൻ്റെയും ഫ്രിഡ്ജിലെ മറ്റ് പാർട്സുകളുടെയും ലൈഫ് ടൈം കൂട്ടുവാൻ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻവെർട്ടർ ഫ്രിഡ്ജാണോ ഉപയോഗിക്കുന്നത്, നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റെബിലൈസർ കൂടി നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ ഉപയോഗിക്കുന്നവർ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എല്ലാ ദിവസവും ഫ്രിഡ്ജ് ഒരു 2 മണിക്കൂറോ 4 മണിക്കൂറോ ഓഫാക്കിയിടുക. നമ്മൾ നേരത്തെ മറ്റ് മൊത്തത്തിൽ ഫ്രിഡ്ജിൻ്റെ പറഞ്ഞപ്പോഴേ ഈ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് നാം ഓഫാക്കിയിടേണ്ടത് ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ തീർച്ചയായിട്ടും ഓഫാക്കിയിടേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മളൊരു സുഹൃത്ത് കമൻ്റായിട്ട് ചോദിക്കുകയും ചെയ്തായിരുന്നു, ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾക്ക് വേരിയബിൾ സ്പീഡോട് കൂടിയ കംപ്രസറാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ ഇങ്ങനെ ഓഫാക്കിയിടേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചായിരുന്നു. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ഓഫാക്കിയിടേണ്ടത് ഇൻവെർട്ടർ ഫ്രിഡ്ജുകളാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇവിടെ ഈ വില കൂടിയ PCBക്കകത്താണ് 24 മണിക്കൂറും കറണ്ടിൻ്റെ കണക്ഷൻ ആദ്യം വരുന്നത്. ഈ PC ബോർഡിൽ നിന്നാണ് കറണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ എപ്പോഴും കറണ്ട് ഈ പി സി ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇവയുടെ ഓരോ പാർട്സുകളും ചൂടാകുവാനും തന്മൂലം കംപ്ലൈൻ്റ് ആവാനുമുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ എല്ലാ ദിവസവും 2 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് തണുക്കുവാനും വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മളുടെ നോർമൽ ഫ്രിഡ്ജുകളിലെ കംപ്രസറുകൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കറക്റ്റ് ആവശ്യമുള്ള തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫായി പോകുന്നു, കട്ട് ഓഫ് ആകും, തെർമോസ്റ്റാറ്റ് വഴി കട്ട് ഓഫ് ആകുന്നു. എന്നാൽ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളുടെ കംപ്രസറുകൾ ഇങ്ങനെ കട്ട് ഓഫ് ആവുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്രസർ നേരെ പകുതി സ്പീഡിലേക്ക് പോയിട്ട് നിൽക്കുന്ന തണുപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ കംപ്രസർ ഓഫ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ കംപ്രസർക്ക് തീരെ റെസ്റ്റ് കുറവാണ് കിട്ടുന്നത്. ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുടെ കംപ്രസറിന് തന്നെ 8 മണിക്കൂർ കൂടുമ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെയുള്ള റെസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. സിംഗിൾ ഡോറിനകത്ത് അങ്ങനെയുള്ള റെസ്റ്റ് പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കംപ്രസർ ഹീറ്റ് ആവുവാനും ആദ്യത്തെ വർഷങ്ങളിലൊന്നും കംപ്ലൈൻറ്റ് ചെയ്യെങ്കിലും കാലക്രമേണ ഈ കംപ്രസർ ആദ്യം കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളുടെ ബോർഡായിരിക്കും അടിച്ചു പോകുന്നത്. കംപ്രസറിന് 10 വർഷം വാറൻറ്റി ഉണ്ട്. പക്ഷേ ഈ കംപ്രസർ ഓവറായിട്ട് വോൾട്ടേജ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യം അടിച്ചു പോകുന്നത് ഇൻവെർട്ടർ ഫ്രിഡ്ജുകളുടെ ബോർഡായിരിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റ് പാർട്സിൽ അടിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ഈ കംപ്രസർ അടിച്ചു പോകും. ഇപ്പോൾ ഈ ബോർഡ് മാറി വെക്കേണ്ട ആവശ്യം വരുന്നു. അതല്ലെങ്കിൽ ഈ കംപ്രസർ മാറി വെക്കേണ്ട ആവശ്യം വരുന്നു. അത് 10 വർഷം വാറൻറ്റി ഉണ്ടെങ്കിൽ ഈ കംപ്രസർ മാറി വെക്കുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് 5000 രൂപ ഈടാക്കും. ഗ്യാസ് ചാർജിങ്ങിൻ്റെ പൈസ, അങ്ങനെ പല പേയ്മെൻറ്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. കംപ്രസറിന് മാത്രമേ അവർ പൈസ ഈടാക്കാതിരിക്കുന്നുള്ളൂ. നമുക്ക് പുറത്തു നിന്ന് ഒരു കംപ്രസർ മാറി വെക്കുന്ന പൈസ കമ്പനിക്കാരത് ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജുകൾ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ തീർച്ചയായിട്ടും വൈകിട്ട് സന്ധ്യ സമയത്ത് ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3-4 മണിക്കൂർ ഓഫാക്കിയിടുന്നത് വളരെ ഉത്തമമാണ്. ഈ സന്ധ്യ സമയം എന്ന് പറയുന്നത് ഈ സന്ധ്യ സമയത്താണ് വോൾട്ടേജ് വളരെ കുറവുള്ള സമയം. ആ സമയത്ത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ വോൾട്ടേജ് കുറവിൽ കിടന്ന് കംപ്രസർ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വോൾട്ടേജ് കുറവുള്ളപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യുന്നത് കംപ്രസറിന് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. കംപ്രസർ വർക്ക് ചെയ്യാൻ സാധിക്കാതെ വളരെ പാടുപെട്ട് വർക്ക് ചെയ്യുന്നത് കംപ്രസറിന് തേയ്മാനവും അതേപോലെ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ആ സമയത്ത് നമ്മൾ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ കംപ്രസറുകൾ ഒരുപാട് കാലം ജീവിക്കുന്നു, ഒരുപാട് ലൈഫ് കിട്ടുന്നു. ഇനി ഫ്രിഡ്ജുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇൻവെർട്ടർ ഫ്രിഡ്ജുകളുടെ ഡോറുകൾ ഒരു കാരണവശാലും എല്ലാ സമയവും തുറക്കും. നമ്മൾ അത്യാവശ്യത്തിന് മാത്രമേ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളുടെ ഡോറ് തുറക്കാവൂ. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള തണുപ്പ് മുഴുവൻ പുറത്തേക്ക് പോകുന്നു, പിന്നെ അടയ്ക്കുന്നു. അപ്പോഴത്തേക്ക് ഈ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഹൈ സ്പീഡിൽ പിന്നെ അരമണിക്കൂറോളം വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഒരു വട്ടം തുറന്നിട്ട് അടയ്ക്കുമ്പോൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യണം. ആ തുറന്ന് വെച്ചിരിക്കുന്ന സമയം കൂടുതലാണെങ്കിൽ അരമണിക്കൂർ എന്ന് പറയുന്നത് 1.5 മണിക്കൂർ വരെ വർക്ക് ചെയ്താലേ ഈ കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് തുറക്കുന്നുണ്ടെങ്കിൽ ഈ കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി കംപ്രസർ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അവയുടെ കംപ്രസറൊക്കെ കംപ്ലൈൻറ്റ് വരുന്നു. അതുകൂടാതെ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ആയിട്ട് പോലും നോർമൽ ഫ്രിഡ്ജുകളേക്കാൾ കൂടുതൽ കറണ്ട് എടുക്കാൻ ഒരു കാരണമാവുന്നു. അതായത് നമ്മൾ എ സി ഉള്ള റൂമിലെ ഡോറ് തുറന്നിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ. അതോടുകൂടി ഈ വീഡിയോയിലെ ഈ വിഷയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളോട് കമൻ്റായിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള മറുപടിയും കൂടി ഒന്ന് നോക്കാം. നമ്മുടെ സാബു വില്ലിംഗ്ടൺ എന്ന് പറയുന്നൊരു സുഹൃത്ത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വെള്ളം ബക്കറ്റിലെടുത്ത് ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളിൽ വെള്ളം ബക്കറ്റിലെടുത്ത് ഒഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈമിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ സാധിക്കത്തുള്ളൂ. ആദ്യത്തെ വാഷിന് മാത്രമേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കഴിയൂ. അത് കഴിഞ്ഞിട്ട് ഈ മെഷീൻ തന്നെത്താനെയാണ് വെള്ളം എടുക്കുന്നത്. അന്നേരം നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ, വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മെഷീൻ്റെ കൂടെ അവിടെ നിന്നിട്ട് എപ്പോഴാണ് വെള്ളം എടുക്കുന്നത് നോക്കി ഇരിക്കണം. അതല്ലെങ്കിൽ തന്നെ അവിടെ മുമ്പിൽ PCB ബോർഡുണ്ട്. ഈ ബോർഡിനകത്ത് തട്ടാത്ത രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം പൈപ്പിലെ വെള്ളത്തിന് ഫോഴ്സ് ഇല്ല എങ്കിലോ അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളമില്ല എങ്കിലോ ആണ്. ഇപ്പോൾ ഫോഴ്സ് ഇല്ല എങ്കിൽ നമുക്ക് മുകളിലൊരു ടാങ്ക് കുറച്ചും കൂടി മുകളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുകളത്തെ നിലയിലാണ് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്, അടുത്ത് താഴെ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് അത്യാവശ്യം ഫോഴ്സ് വരുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ വാൽവിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും വെള്ളത്തിന് ഫോഴ്സ് വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതൊരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് ആ വാൽവ് മാറുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ വെള്ളത്തിന് ഫോഴ്സ് കുറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിക്കാം. ഫോഴ്സ് കൂട്ടാൻ വേണ്ടി ഇപ്പോൾ പല ചെറിയ പമ്പുകൾ വരെ കിട്ടും വെള്ളത്തിന് ഫോഴ്സ് കൂട്ടാൻ വേണ്ടി.
നമ്മൾ പൈപ്പിൻ്റെ ഭാഗത്ത് കണക്ട് ചെയ്യുന്ന പമ്പുകൾ വരെ ലഭിക്കുന്നതാണ്. മറ്റൊരു സുഹൃത്ത് ചോദിക്കുകയാണ്, ബ്ലാങ്കറ്റ് വാഷ് ചെയ്യാൻ എത്ര കിലോയുടെ വാഷിംഗ് മെഷീൻ വേണം? നമുക്കൊരു ബ്ലാങ്കറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു 7 കിലോയുടെ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഏത് തരത്തിലുള്ള ബ്ലാങ്കറ്റുകൾ നമുക്ക് പെർഫെക്റ്റായിട്ട് വാഷ് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലാതെ അതിനെക്കാട്ടിയും വലിയ ഒരു അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. 6 കിലോയുടേതിനകത്തും ബ്ലാങ്കറ്റുകൾ വാഷ് ചെയ്യുക. എന്നാൽ വളരെ വലിയൊരു ബ്ലാങ്കറ്റ് ആണെങ്കിൽ 7 കിലോയുടെ വാഷിംഗ് മെഷീനകത്ത് നമുക്ക് സുഖമായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബ്ലാങ്കറ്റ് അതേപോലുള്ള തുണികൾ മാത്രം കഴുകാനാണെങ്കിൽ നാം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അല്ല, നമ്മുടെ വീട്ടുകളിലെ മറ്റ് തുണികളും കഴുകണം, അതിൻ്റെ കൂടെ കിടക്കയിലെ ബ്ലാങ്കറ്റും കഴുകണമെന്നുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ബ്ലാങ്കറ്റ് മാത്രം കഴുകുക സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഏറ്റവും ഉത്തമം. റഫ് യൂസിന് ഏറ്റവും നല്ലത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ തന്നെയാണ്. സിൻഡോ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുകയാണ്, ഞാൻ ഗോദ്രേജിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കംപ്ലൈൻ്റായി. ഇനി എനിക്കൊരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എടുക്കാൻ താല്പര്യമുണ്ട്. ഏത് ബ്രാൻഡാണ് നോക്കേണ്ടത്? ഡബിൾ ഡോർ ഫ്രിഡ്ജ് മാറ്റി സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് വളരെ കറണ്ട് ചാർജ് കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. പിന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എടുക്കുമ്പോൾ ഒരു LGയുടെയോ സാംസങ്ങിൻ്റെയോ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നോക്കി എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 3 സ്റ്റാറോ 4 സ്റ്റാറോ ഒക്കെ ഉള്ള ഫ്രിഡ്ജ് നോക്കിയെടുക്കുക. വേർപൂളിൻ്റെ ഐസ് മാജിക് എന്ന് പറയുന്ന മോഡലും വളരെ നല്ലൊരു മോഡലാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതോടുകൂടി നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടരെ അറിയുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. മറ്റു കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചിട്ടാണെങ്കിലും മറുപടി നൽകാം എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.